الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا يا أيها الناس اتقوا الله وعباد الله ബഹുമാനമുള്ള വിശ്വാസികളെ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും പ്രവർത്തിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ സഹോദരന്മാരുടെയും അപകടങ്ങളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാൻ കഴിഞ്ഞ ദിവസം ഒരു അപകട മരണത്തിൽപ്പെട്ട നമ്മൾക്ക് പരിചയമുള്ള സഹോദരന്മാർ സഹോദരിമാർ ചെറിയൊരു കുഞ്ഞി അവർ അല്ലാഹുവിന്റെ വിധിക്ക് വിളികേട്ട് അല്ലാഹുവിലേക്ക് യാത്രയായി. അവർക്ക് അല്ലാഹു മഹ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു ശാന്തിയും അതുപോലെ തന്നെ സമാധാനം നൽകുമാറാകട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, വഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്
ഇൻഷാ അല്ലാഹ് ഖുതുബയിലൂടെ ബോധിപ്പിക്കുന്നത്. ഈ വിഷയം റബീഉൽ അവ്വൽ മാസം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ ഈ മാസം, ഇത് ആഘോഷമാക്കി മാറ്റിയ ഒരു വിഭാഗം നമ്മുടെ കൂട്ടത്തിലുള്ളപ്പോൾ എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനുണ്ടോ? അതും ഇൻഷാ അല്ലാഹ് ഈ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അവിടെ അവസാന നാളുകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അത് ഉമ്മയായിക്കോട്ടെ, അല്ലെ ബാപ്പയായിക്കോട്ടെ, കുടുംബത്ത് നമ്മുടെ സഹോദരന്മാരെ ആരും അവർ നമ്മളോട് സംസാരിച്ചിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ അവസാനത്തെ നാളിൽ അവർ സംസാരിച്ച കാര്യങ്ങൾ, അവർ അവസാനം നമ്മളുടെ വീട്ടിൽ ഏത് റൂമിലായിരുന്നു ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലായിരുന്നു, അവിടെ എവിടെയായിട്ട്, എല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ലോകത്തിന്റെ നേതാവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത നമ്മുടെ ഉമ്മയെക്കാളും നമ്മുടെ ശരീരത്തെക്കാളും ബാപ്പയെക്കാളും മക്കളെക്കാളും എല്ലാം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വഫാത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതെങ്ങനെ സംഭവിച്ചു, അവിടെ എന്തെല്ലാം സംസാരങ്ങൾ ഉണ്ടായി, അവസാനം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടെങ്കിലും സംസാരിച്ചു, എന്താണ് ഇതെല്ലാം വ്യക്തമായ ഹദീസിലൂടെ രേഖപ്പെടുത്തി വെച്ചു. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ പഠിക്കാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ചില സഹോദരന്മാര് ചില സഹോദരന്മാർക്ക് 2 ഭാര്യമാരുള്ളവരുണ്ട്, അവരെ സംരക്ഷിച്ചു പോകുന്നവരുണ്ട്, അവരുടെ മക്കളെ സംരക്ഷിച്ചു പോകുന്നവരുണ്ട്. അല്ലാഹു അവർക്ക് ഹൈർ നൽകുമാറാണ്. അങ്ങനെയുള്ളവർ പ്രത്യേകിച്ച് ഈ വിഷയം പഠിച്ചിരിക്കും. കാരണം എന്താ, നമ്മുടെ അജ്ല് അടുക്കുമ്പോൾ നമ്മുടെ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ആയുസ്സെടുക്കി കഴിഞ്ഞാൽ അവസാനമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തോട് പറയാനുണ്ടാവും. അതുപോലെ തന്നെയാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന ഭാഗം. നമ്മൾ വഫാത്തിന് മുമ്പ് ഉമ്മുൽ മുഅ്മിനീനായ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ലമ്മാ സബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഷ്തദ ബിഹി വജഅഹു ഇസ്തൗദന അസ്വാജഹു അൻ യുഅമ്മറ ഫീ ബൈതി. മറവ് ബാധിച്ചപ്പോൾ അല്ലെങ്കിൽ രോഗം ബാധിച്ചപ്പോൾ അൻ യുഅമ്മറ ഫീ ബൈതി, എന്റെ ബൈത്തിൽ ചികിത്സിക്കാൻ അല്ലെങ്കിൽ എന്നെ നോക്കുവാൻ വേണ്ടി, എന്റെ കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടി എന്ത് ചെയ്തു? ഇസ്തൗദന അസ്വാജഹു, കുടുംബത്തിലുള്ള മറ്റു ഭാര്യമാരോട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചന നടത്തി, അല്ലെങ്കിൽ അവരുടെ പെർമിഷൻ. നമ്മളൊന്ന് ആലോചിച്ചു, നമ്മുടെ കുടുംബത്ത് നമ്മുടെ ബാപ്പ അല്ലെങ്കിൽ പ്രായമായ ആരെങ്കിലും നമ്മുടെ കുടുംബത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പല വീടുകളുണ്ടെങ്കിൽ, എനിക്ക് എന്റെ ഇന്ന വീട്ടിൽ പോകണം അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം എന്ന് ആരെങ്കിലും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രായമുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് കാണിച്ച ആ മാതൃക നമ്മൾ കാണിക്കണം. അവരെന്ത് ചെയ്തു? പെർമിഷൻ കിട്ടും. ആരോട്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിൽക്കണമെന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ഭാര്യമാരോട് പെർമിഷൻ കേട്ടപ്പോൾ അവരെല്ലാവരും പെർമിഷൻ കൊടുത്ത് സമ്മതിച്ചു. ഇത് നമ്മുടെ കുടുംബത്തിലുണ്ടാകണം. 2 ഭാര്യമാരുള്ള അല്ലെങ്കിൽ മക്കൾ കൂടുതലുള്ള നമ്മുടെ ബാപ്പ പറയുന്നത്, എനിക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് എന്റെ മോളുടെ ഈ വീട്ടിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ പിന്നെ ഒരു ചർച്ച ഉണ്ടാകാൻ പാടില്ല. കാരണം എന്റെ ബാപ്പയുടെ ആഗ്രഹം അങ്ങനെ അവിടെ നിൽക്കണമെന്നാണ്. പിന്നെ ഒരു ചർച്ചയും പാടില്ല. നമുക്ക് മാതൃക സഹാബി അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ്. അവര് എന്ത് ചെയ്തു? സമ്മതം കൊടുത്തു. അങ്ങനെയാണ് ആര്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിയുന്നു, രോഗം ബാധിച്ച സമയം. ഇനി രണ്ടാമത്തെ ഒരു വിഷയം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ ഈ വഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. എന്താ രണ്ടാമത്തെ ഒരു വിഷയം? അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അസുഖം ബാധിച്ചു കഴിഞ്ഞപ്പോൾ പുന്നാരമോള് ഫാത്തിമ ബീവി സംസാരിക്കുകയാണ്. ബാപ്പയും മോളും തമ്മിലുള്ള സംസാരമാണ്. അവർക്ക് അവസരം കൊടുക്കണം. സാധാരണ
നമ്മൾ കണ്ടുവരുന്നത് എന്താ? എന്തെങ്കിലും ഒരു അസുഖം പിടിച്ച് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും കിടക്കുകയാണെങ്കിൽ പിന്നെ ഈ ഉസ്താദന്മാരും തങ്ങളന്മാരൊക്കെ ഇങ്ങനെ വന്ന് ആ റൂമിൽ ഇങ്ങനെ ഇരിക്കുക, എന്തെങ്കിലും ചൊല്ലിക്കൊടുക്കും. പെണ്ണുങ്ങൾക്ക് അവിടെ ഒരു പ്രവേശനവും. നമ്മൾ വഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പഠിക്കുമ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുന്നാര മോള് വഖറബ് അബാ പറയുന്നു, എന്റെ ബാപ്പയുടെ വിഷമം കാണുന്നില്ലേ? കറുബ്, നമുക്ക് ദുആഉൽ കറുബില്ലേ, നമ്മുടെ പ്രയാസങ്ങൾ ഉണ്ടാകാൻ പറ്റുന്ന ആ വീടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ കറുബ് അബാ, എന്റെ പിതാവിന്റെ ഒരു വിഷമം കണ്ടില്ലേ, വേദന കണ്ടില്ല. അപ്പൊ നമ്മള് മരണത്തോടടിക്കുന്ന അല്ലെങ്കിൽ ബാപ്പയും മോളും തമ്മിലുള്ള ബന്ധം നമുക്കറിയാലോ. അത്ര ഹൃദയം മുറിച്ചെടുക്കാൻ പറ്റാത്തുള്ള ബന്ധങ്ങളായിരിക്കും ഈ പെൺകുട്ടികളും ബാപ്പമാരും ഉണ്ടാകുക. അത് നമുക്ക് എങ്ങനെ വിശദീകരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അത്ര സ്നേഹത്തോട് കഴിയുന്ന മോള് ബാപ്പ ഈ ലോകം വിട്ടുപോണ ആ അവസ്ഥയിൽ എത്തുമ്പോൾ അവർ വിഷമത്തിലുള്ള ആ സാഹചര്യത്തില് ആ മോളെ സന്തോഷിപ്പിക്കുകയാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കൂ. അപ്പോൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ പറഞ്ഞത്? എന്റെ ബാപ്പയുടെ വിഷമം കണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഫഖാല ലഹ, അവളോട് പറഞ്ഞു കൊടുത്തു. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്, ലൈസ അലാ അബീകി കർബുൻ ബൗദയ യൗം. മോളെ, നീ വിഷമിക്കണ്ട. ഇന്നത്തെ ഈ ദിവസം കഴിഞ്ഞാൽ നിന്റെ ബാപ്പയ്ക്ക് ഇങ്ങനെ ഒരു വിഷമമോ വേദനയോ ഒന്നും ഉണ്ടാകും. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അവസരം നമ്മുടെ പെൺമക്കൾക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഇത് നിങ്ങൾ ആലോചിച്ച്, ഇങ്ങനെയാണോ നടക്കുന്നത്? എല്ലാം ആണുങ്ങൾ, ഈ പൗരോഹിത്യം പോലെ ആണുങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പെൺമക്കൾ ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുകയാണ്. അവർ കുടുംബത്തിന്റെ അല്ലെങ്കിൽ അപ്പുറത്തെ റൂമിൽ നിന്നാണ് വാപ്പയെ നോക്കണം, അല്ലെങ്കിൽ ഉമ്മയെ നോക്കണം. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെൺമക്കളുടെ ശ്രേഷ്ഠത പറഞ്ഞു തന്നിട്ടില്ലേ? അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ ഇഷ്ടപ്പെടുന്ന ആ സാഹചര്യത്തിലേക്ക് അവരുടെ പെൺമക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അവരും അവരുടെ ബാപ്പയും തമ്മിൽ അല്ലെങ്കിൽ ഉമ്മയും തമ്മിൽ അല്ലെങ്കിൽ സഹോദരനും തമ്മിൽ പല കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. അങ്ങനെ പുന്നാര മോളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖത്തിലായ ഫാത്തിമയെ എന്ത് ചെയ്തു? ഇനി ഒരിക്കലും മോളെ നീ എന്റെ ബാപ്പക്ക് വിഷമം ഉണ്ടാകത്തില്ല, ഇന്നു മുതൽ വിഷമം ഉണ്ടാകത്തില്ല. കാരണം എന്താ? ഈ നശ്വരമായ ഈ ലോകത്തിൽ നിന്ന് അനശ്വരമായ ഒരു ലോകത്തിൽ, ശാശ്വതമായ ഒരു ലോകത്തിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കൂ, അങ്ങനെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുകയും ഫാത്തിമ ബീവിയുടെ ഈ ഭാഗമാണ് നമ്മൾ പറയുന്നത്. ഓരോ സഹാബിമാരെ വിഷയം വേറെ വേറെയുണ്ട്. നമ്മള് ഭാര്യയുടെയും മോളുടെയും വിഷയം മാത്രമാണ് എടുക്കുന്നത്. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ബാപ്പ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഫലമ്മ മാത ഖാലത്ത്, ആ പുന്നാരമോള് പറയുന്നു, യാ അബാത്ത, എന്റെ പുന്നാര ബാപ്പ. നമ്മുടെ നാളെ നോക്ക്, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ നമ്മൾ എന്താ ഇവിടെ നടക്കുന്നത്? നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന സാഹചര്യമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്ത് പഠിക്കുന്ന ഈ വിഷയം. ഇവിടെ മോള് ബാപ്പ ആ വഫാത്താകുന്ന ഒരു സമയത്ത് എന്ത് വിഷയമാണ് പറയുന്നത്? നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത്? രണ്ടും ചിന്തിച്ചു. പുന്നാര മോൾ ഫാത്തിമ ബീവി പറയുകയാണ്, യാ അബാത്താ അജാബ റബ്ബൻ ദആ, എന്റെ ബാപ്പയുണ്ടല്ലോ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരമേകുകയുണ്ടായെന്ന് ലോകത്തിന്റെ നേതാവായ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിന്റെ നഷ്ടമായ ഫാത്തിമ ബീവി പറയുകയാണ്. ഫസ്റ്റ് ഓർമ്മ വന്നത് അല്ലാഹുവിനെ. നമ്മുടെ നാട്ടിൽ ഒരാള് മരണപ്പെടാൻ കിടക്കുകയാണെങ്കിൽ പൗരോഹിത്യം റൂമിലേക്ക് വന്ന് നിറഞ്ഞു നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവിന്റെ ഈ ഭവനം ഇവിടെ സ്ഥാപിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു അല്ലാഹുവിന്റെ ഭവനം സ്ഥാപിച്ചെടുത്ത് ഈ ദീന് പറയാൻ വേണ്ടിയാണ്. അതേസമയത്ത് ഒരു സമസ്തയുടെ പള്ളിയാണെങ്കിൽ ഒരു 4 കോഴിക്കടയും 4 ചായക്കടയും ഇവിടെ വന്നു. കാരണം എന്താ? അതങ്ങനെയാണ്. ഭൗതിക ലോകത്തെ വിഭവങ്ങളാണ്. 4 ചായക്കടയും 4 കോഴിക്കടയും ഇവിടെ അടുത്തുണ്ടാകുമായി. ഇതുപോലെ ടൗൺ, ചെറിയൊരു ടൗൺ അല്ലേ. ഇവിടെയോ പുന്നാര ഫാത്തിമ ബീവി പറയുകയാണ്, അജാബ റബ്ബൻ ദആ,
ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബുണ്ടല്ലോ, ആ റബ്ബിന്റെ വിളിക്ക് എന്റെ ബാബ ഉത്തരം നൽകിയല്ലോ. യാ അബാത്താ ജന്നത്തുൽ ഫിർദൗസ്. പിന്നെന്താ പറഞ്ഞത്? എന്റെ ബാപ്പയുടെ സങ്കേതമുണ്ടല്ലോ, യാ അബത്താഹു ജന്നത്തുൽ ഫിർദൗസി മോള് പറയുന്ന വിഷയങ്ങളിലെല്ലാം പരലോകമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. എന്റെ ബാപ്പയുടെ സങ്കേതമുണ്ടല്ലോ, കേന്ദ്രമുണ്ടല്ലോ, ജന്നത്തുൽ ഫിർദൗസാണ്. ഇങ്ങനെ ഫാത്തിമ ബീവി വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വഫാത്തിന് ഫസ്റ്റ് ഭാര്യയുടെ മടിയിൽ കിടക്കുന്നു, പിന്നെ മകളുമായിട്ടുള്ള സംസാരം നടക്കുന്നു. ഇനി നോക്കൂ, അടുത്ത സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കാര്യങ്ങൾ ഇതിന് വിശദീകരിക്കാനുണ്ട്. നമ്മൾ ഫാത്തിമ ബീവിയുടെ കാര്യം മാത്രമാണ് വിശദീകരിക്കുന്നത്. അങ്ങനെ പുന്നാര നബിയെ വഫാത്തായതുകൊണ്ട് ഫലമ്മാ ദുഫിന ഖാലത്, ആ പുന്നാര ലോകത്തെല്ലാവരും ഇഷ്ടപ്പെട്ട ആ പുന്നാര ശരീരം, പവിഴം പോലത്തെ ശരീരം മറമാടി തിരിച്ചു വന്നപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഖാലത് ഫാത്തിമ അലൈഹിസ്സലാം യാ അനസ്. എന്താ അനസ് റളിയല്ലാഹുവിന്റെ പ്രത്യേകത? അനസ് റളിയല്ലാഹു അൻഹു 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിദ്മത്ത് ചെയ്തിട്ട് ഷിറ്റ് എന്നുള്ള വാക്ക് പോലും കേട്ടു. എന്താണ് അനസ് നീ അങ്ങനെ ചെയ്തു എന്ന് പോലും ചോദിച്ചു. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ്. നമ്മൾ ആരിൽ നിന്ന് പഠിക്കണം? സ്വഹാബിമാരിൽ നിന്ന് പഠിക്കണം. ഇതിലും വലിയ മദ്ഹ് നമ്മുടെ കീഴിൽ ഒരു 2 ദിവസം ജോലിക്കാരൻ നിന്നാൽ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിന്ന് നമ്മൾ എന്തൊക്കെ അവരോട് അറിയാതെ അല്ലെങ്കിൽ പറഞ്ഞു പോകും. ഇത് 10 വർഷം ജോലി ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നിട്ട് എന്നുള്ള വാക്ക്, എന്നുള്ള ഒരു വാക്ക് പോലും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ നിന്ന് വന്നിട്ടില്ല എന്ന് പറഞ്ഞ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പുന്നാരമോൾ ഫാത്തിമ ചോദിക്കുന്നു, യാ അനസ് അതാബത് അൻഫുസുകും അൻ തദസ്സു അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറാബ്. അല്ലയോ അനസേ, ബാപ്പയുടെ മേല് നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ എങ്ങനെയാണ് മണ്ണ് വാരിടാൻ തോന്നിയത്? എന്നാലോചിച്ചു. നമ്മൾ സാധാരണ നമ്മുടെ ആരെങ്കിലും ബന്ധുക്കാരെ മറമാടിയതിനു ശേഷം നമ്മൾ മണ്ണൊലിക്കുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ കുടുംബത്തിൽ നിന്നുണ്ടാകുന്നു. ഫാത്തിമ ബീവി തിരക്കിയിരിക്കുകയാണ്, നോക്കിയിരിക്കുകയാണ്. മറമാടി വന്നു കഴിഞ്ഞാൽ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലയോ അനസേ, എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പടുങ്ക് പോലത്തെ പവിഴം പോലത്തെ പുന്നാര ശരീരത്തിലേക്ക് നിനക്ക് മണ്ണ് വാരിടാൻ തോന്നിയത് എങ്ങനെയാണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആ ചോദ്യമാണ് ആര് ചോദിച്ചത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള പല വിഷയങ്ങളുണ്ട്. സഹോദരന്മാരെ, ഇവിടെ ഒന്നും എന്താകുന്നില്ല. ഈ ഭക്ഷണത്തിന്റെ വിഷയങ്ങളോ അല്ലെങ്കിൽ കലവം തെറ്റിയ പാത്രം കൊണ്ട വീട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു വിഷയങ്ങളിലും എല്ലാം പരലോകമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഒരു മരണ വീട്ടിൽ നടക്കുന്നത്. അപ്പൊ അവിടെ ഉള്ള ദുഃഖമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വിശക്കുന്നവർക്ക് അടുത്ത വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. അവിടെ തീ കത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം ഇസ്ലാമിന്റെ. നമ്മളോ ഇതെന്ത് ഈ വഫാത്തിന്റെ വിഷയം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാണ്. നമ്മൾ ചിന്തിക്കണം, ഇതുപോലെയാണോ നമ്മുടെ വീട്ടിൽ നടക്കുന്നത്? ഒരു മരണം ഉണ്ടായാൽ നിങ്ങൾ നമ്മുടെ ആണുങ്ങളുടെ ഒരു മേൽക്കോയ്മയാണോ? പെണ്ണുങ്ങൾക്ക് കുടുംബത്തിന് അല്ലെങ്കിൽ അവരുടെ ആൾക്കാർക്ക് ആ പുരുഷനായ കാണാനുള്ള പെൺമക്കളുണ്ടെങ്കിൽ ഇങ്ങനെ അകലെ നിന്ന് നോക്കുന്ന ഒരു ഗതികേടിലേക്ക് നമ്മൾ വളർന്നു. സഹോദരന്മാരെ, നമ്മള് വഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഭാര്യയിൽ നിന്നും മോളിൽ നിന്നും മാത്രമുള്ള ഈ പഠനം നമ്മൾ ശ്രദ്ധിക്കും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുന്നാരമോൻ ഇബ്രാഹിം അലൈഹിസ്സലാം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ സാഹചര്യം നമുക്ക് എല്ലാവർക്കും. അപ്പോൾ ഈ പുന്നാരമോൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന സാഹചര്യം നമ്മളിൽ നിന്ന് ചെറിയ കുഞ്ഞ്, കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അവിടെ ആക്സിഡന്റ്, ചെറിയൊരു പുന്നാരമോൾ. ആ ഉമ്മക്ക് പാപ്പക്ക് എത്ര വേദനയുണ്ടാവും. വീട്ടിലേക്ക് തിരിച്ചു വരുമെന്നുള്ള രീതിയിൽ ആ കുഞ്ഞ് പഠിക്കുന്ന മദ്രസ, അവിടുത്തെ മക്കൾ, കൂട്ടുകാർ. അപ്പൊ വേദന എന്ന് പറയുന്നത് എന്താ? ഒരു മാനുഷിക സഹജമാണ്. അപ്പോൾ ഇബ്രാഹിം എന്ന് പറയുന്ന പുന്നാരമോൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ സമയത്ത്
അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. അത് നമ്മൾ മനുഷ്യരാണോ? സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇന്നൽ ലൈന തദ്മൗ വഖൽബുൽ യുഹ്സനു. ഇബ്രാഹിം എന്ന കുഞ്ഞ് ആ പുന്നാരമോൻ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു പോയ സമയത്ത് ലോകത്തിന്റെ നേതാവിന്റെ കണ്ണുകൾ നിറയുന്നു, മനസ്സുകൾ വേദനിക്കുന്നു. എങ്കിൽ പോലും എന്റെ നാഥൻ റബ്ബ് തൃപ്തിപ്പെട്ടതല്ലാതെ ഞാൻ പറയുകയില്ല. ഇതൊരു വേർപാടിന്റെ വിഷയമാണ്. ആര്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കുഞ്ഞ് ഇഹലോകത്ത് നിന്ന് വേർപെട്ട് പോയപ്പോൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. കണ്ണുനീര് വന്നപ്പോൾ ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവേ, അങ്ങല്ലേ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് കരയാൻ പാടില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്, ഇന്നഹാ റഹ്മത്തുൻ, ഇത് റഹ്മത്താണ്, ഹൃദയത്തിൽ നിന്ന് വരുന്ന കണ്ണീരാണ്. സഹോദരന്മാരെ, നമ്മുടെ ആരെങ്കിലും നമ്മൾ വേർപെട്ടിട്ട് പോയെങ്കിൽ അല്ലാഹു അവർക്ക് സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് അത് റഹ്മത്താണ്, അത് ഇസ്ലാം അനുവദിച്ചതാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിലോ അല്ലെങ്കിൽ ജന്മദിനത്തിലോ ദുഃഖിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യേണ്ട ഒരു അവസ്ഥ ഇന്ന് ഇല്ല. അങ്ങനെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. നമ്മൾ ഏത് സമയം ദുഃഖിച്ചിരിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്ന എന്തിനാ? നമ്മുടെ നാട്ടിൽ ഈ വിഷയങ്ങളൊന്നും അറിയാതെ ജനങ്ങൾ എന്ത് ചെയ്യുകയാണ്? വളരെ സന്തോഷിക്കുകയാണ്. യഹൂദികൾ സന്തോഷിച്ചത്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ സന്തോഷിച്ച ഒരേ ഒരു വിഭാഗം, റബീഉൽ അവ്വൽ 12 സന്തോഷിച്ച ഒരേ ഒരു വിഭാഗം ഫലസ്തീനിലെ മക്കളെ കൊന്നുകൊണ്ടിരിക്കുന്നു. അവർ ഭക്ഷണത്തിന് വേണ്ടി യാചിച്ചു നിൽക്കുമ്പോൾ അവിടെ കൊണ്ട് ബോംബിടുന്ന യഹൂദികൾ മാത്രമേ സന്തോഷിച്ചിട്ടുള്ളൂ. ആ സന്തോഷിക്കുന്നവരുടെ ന്യായമല്ല. ഇന്ന് ഈ വഫാത്ത് നമ്മുടെ വീട്ടിൽ നടക്കുകയാണെങ്കിൽ ഒരു സുന്നത്തനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യം അത് നേരെ വിരുദ്ധമില്ല അവിടെ നടക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ മൗലിദിന്റെ വിഷയം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ. ഇനി എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താണ്? ഹിജറ 11. ഹിജറ 300 ശേഷം വന്നതാണ് എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതന്മാര് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഖുർആനിലും ഹദീസിലും തെളിവുണ്ടാകും? ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം. ഹിജറ 300 ശേഷം വന്ന ഒരു പരിപാടിയാണിത് എങ്കിൽ പിന്നെ എങ്ങനെ ഖുർആനിലും ഹദീസിലും തെളിവ് വരും? മലിക്കുൽ മുദഫർ നീരനായൊരു രാജനാ, ഇർബൽ ഫരിച്ചവരാണ് വന്നവും ഇഷ്ടനാ. നമുക്കെല്ലാവർക്കും അറിയാം, ഇത് മലിക്കുൽ മുദഫർ എന്ന് പറഞ്ഞ കിങ് രാജാവ് ഉണ്ടാക്കിയതാണെന്ന് നമുക്കറിയാം. തന്നെയുമല്ല, മൗലിദ് കഴിക്കൽ ഏറ്റവും ഉത്സാഹമാ, മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ഈ മാസം ഫാത്തിമ ബീവി കരഞ്ഞ ദിവസം, അവരുടെ കണ്ണിൽ നിന്ന് ഹൃദയത്തിന്റെ കണ്ണുനീര് വന്ന ദിവസം, ആയിഷ റളിയല്ലാഹു അൻഹ വിഷമിച്ച ദിവസം, ആ മാസം ഉണ്ടല്ലോ മൗലിദ് കഴിക്കൽ ഏറ്റവും ഉത്സാഹമാ, ഈ മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ. നല്ല ആഘോഷമാണ്. യഹൂദികൾ സന്തോഷിച്ച പോലെ സന്തോഷിക്കുകയാണ്. ചിന്തിച്ചു നോക്കൂ, മൗലിദ് കഴിക്കുന്നെന്ന് 1000 പൊടിക്കുന്നതാണ് കോഴിയും 10,000. രണ്ടും കൂടി 15,000. കോഴിയും ആടും കൂടെ 15,000. സഹോദരന്മാരെ ചിന്തിച്ച്, ഈ കോഴിയും ആടും പൊരിച്ചൊക്കെ തിന്നുന്നത് അത് നമ്മൾ തിന്നത് കൊണ്ട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണോ? അത് ആർക്കെങ്കിലും വേണമെങ്കിൽ അവർ കഴിക്കുക, തിന്നുക. പക്ഷേ അത് ഇസ്ലാമിയായിട്ട് ബന്ധപ്പെടുത്തുന്നതിനാ. ഇനി നോക്കൂ, ഈ കോഴിയും ആടിന്റെയും കണക്കിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. കൂടാതെ 1,30,000 പാത്രങ്ങളിൽ അലുവയുമുണ്ടോരോ തരം. 1,30,000 നമ്മൾ ഈ പ്രവാചകന്മാരുടെ കണക്ക് പറയുന്നത്. 1,30,000 ഇങ്ങനെ ഒരു കണക്ക് ജനങ്ങളെ പഠിപ്പിക്കുന്നില്ല. അത്രയും പാത്രങ്ങൾ പ്രവാചകന്മാരുടെ കണക്കിൽ എന്താണ്? അലുവ മധുരം. അപ്പൊ പൊരിച്ച കോഴിയായി, ആടായി, അലുവായി.
ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇനി തന്നെയുമല്ല, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ലോകത്തിന്റെ നേതാവായ നബിയുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ജനങ്ങളോട് അനീതിയായി അനധികൃതമായി പിരിച്ചെടുക്കുന്നുള്ള പണമുണ്ടല്ലോ, ആ പണം ആരുടെ കയ്യിലേക്കാണ് ചെല്ലുന്നത്? അവർ തന്നെയാണ് കള്ളന്മാർ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ. കള്ളന്റെ ശല്യം ഒതുങ്ങും. കാരണം പാവങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്തിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ റബീഉൽ അവ്വൽ മാസം അവസാനമല്ലേ കമ്മിറ്റി കൊടുക്കും. കമ്മിറ്റി കൂടുമ്പോൾ അവിടെ എന്താ പള്ളികളിൽ നടക്കുന്നത്? ഈ കണക്കിന്റെ കാര്യം പറയും. നീ കൊടുത്ത 500 കാണുന്നുണ്ട്, അപ്പുറത്തെ കടയിൽ നിന്ന് 2000 കാണുന്നുണ്ട്. ഇതിന്റെ കണക്കോട് തമ്മിൽ പറഞ്ഞു നിങ്ങൾ ആലോചിച്ചോളൂ. ലോകത്തിന്റെ നേതാവായ നബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈദില്ലേ, ഈദുൽ ഫിത്റിന്റെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കമ്മിറ്റി നടക്കും. ഇന്ന സ്ഥലത്ത് നിന്ന് 5000 അങ്ങനത്തെ ഒരു കണക്ക് അല്ലെങ്കിൽ കമ്മിറ്റി നടക്കണം. കാരണം എന്താ? നമുക്ക് പിന്നെ സുന്നത്ത് നോമ്പ്. ഇവിടെയോ മനുഷ്യരുണ്ടാക്കിയെടുത്തിട്ടുള്ള ദീനില് അവർ ഇതിന്റെ അനധികൃതമായി അനീതിയായിട്ട് അധാർമികമായിട്ട് പിരിച്ചെടുത്ത സമ്പത്ത് കള്ളന്മാർ, പള്ളി കമ്മിറ്റിക്കാരും അവിടെ നിൽക്കുന്ന ഉസ്താദന്മാരും പാവങ്ങളെ കബളിപ്പിച്ച് എന്ത് ചെയ്യുന്നു? അവരവരുടെ പോക്കറ്റിലേക്ക് ആക്കുന്നു. കള്ളന്റെ ശല്യം ഒതുങ്ങുന്ന ഇനി ഒരു വർഷത്തേക്ക് ഉസ്താദന്മാരും ആ പള്ളി കമ്മിറ്റിക്കാരും ജനങ്ങളെ ചൂഷണം ചെയ്യുക. അതാണ് കള്ളന്മാരുടെ ശല്യം ഒതുങ്ങുന്നതാണെന്ന് പറഞ്ഞത്. ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. പാവപ്പെട്ട ഈ സമസ്തയുടെ വീടുകളില്ലേ, അവിടെ എപ്പോഴും കഷ്ടപ്പാട് തന്നെ. നമുക്കറിയാം, നമ്മൾ അവരെയൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷേ ഇവിടെ ദാരിദ്ര്യം നീങ്ങുന്ന ആരാ? പള്ളി കമ്മിറ്റിക്കാരുടെയും ആ പള്ളി ഭരിക്കുന്ന ഉസ്താദിന്റെയും ദാരിദ്ര്യമാണ് നീങ്ങുന്നത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ആ മാസം പിരിച്ചെടുക്കുന്നത് കൊണ്ട് കള്ളന്റെ ശല്യം നീങ്ങുന്നതാണ്, ഒതുങ്ങുന്നതാണ്, ദാരിദ്ര്യം നീങ്ങുന്നതാണ്. ആര്? ഈ ഉസ്താദിന്റെയും പള്ളി കമ്മിറ്റിക്കാരുടെ. സഹോദരന്മാരെ, അത് അല്ലാഹു അവർക്ക് കൊടുത്തൊരു ശിക്ഷയാണ്. ഈ ചൂഷണം ചെയ്തും കബളിപ്പിച്ചും ജീവിക്കുന്നത് ഏറ്റവും വലിയൊരു ശിക്ഷയാണ്. നമ്മൾ വിചാരിച്ചിരുന്ന് അവനെ ഡോങ്കിയാക്കിയിട്ട് അവൻ ജീവിക്കുന്നു. അത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അവൻ ആ മറ്റുള്ളവരെ ഡോങ്കിയാക്കി അല്ലെങ്കിൽ ചതിച്ച് കബളിപ്പിച്ച് കഴിക്കുന്ന ഭക്ഷണം അവന്റെ അറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ കഴിക്കുന്നതല്ല. അധ്വാനിച്ച് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഫുഡിന്റെ വില അത് മക്കൾക്ക് സന്തോഷകരമാകും. ഈ കബളിപ്പിച്ച് കഴിക്കുന്നവരുടെ വിഷമം അവരുടെ കുടുംബം അനുഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ആ വിഷയം പറഞ്ഞു. അവര് പിരിച്ചെടുക്കുന്ന പൈസ, തുക, സമാഹരിക്കുന്ന ആ സമ്പത്ത്, അതിന്റെ പേരിൽ തന്നെ ഈ റബീഉൽ അവ്വൽ മാസം അവസാനം പല പള്ളികളിലും അടിയും പിടിയും. ഏത് കോട്ടക്കൽ ഒരു പള്ളിയില് ഇതിന്റെ പേരിൽ മിമ്പറിന്റെ അടുത്തുനിന്ന് ഒരു സഹോദരനെ കുത്തിയിട്ട് അവിടെ നമ്മുടെ ഗേറ്റിന്റെ സ്ഥലം വരെ വലിച്ചുകൊണ്ടു ഈ ആൾക്കാർ. ഇതാണോ സ്നേഹം? എങ്ങനെയാണ് അങ്ങനെ ആയിപ്പോയത്? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം, ഒരു ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് മരിക്കാനുള്ള ആ സമയത്ത് ഭർത്താവും അവിടെ ഉണ്ടാകും. അത് അല്ലാഹു നമുക്ക് കൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. തിരിച്ചു അവര് പോയി കഴിഞ്ഞാൽ മക്കൾ കൂടെ ഉണ്ടാകും. സഹോദരന്മാരെ, ഇങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലുള്ള സുന്നത്തുകൾ നമുക്ക് നമ്മുടെ ഈ മഹലിൽ നടപ്പിലാക്കാൻ സാധിക്കും. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് ത്യാഗം സഹിക്കണം. എത്രത്തോളം എന്നാൽ, ഈ അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് ഒരാൾ വന്നാൽ, ഈ തൗഹീദിന്റെ ഭവനത്തിലേക്ക് ഒരാൾ വന്നാൽ ഭൗതിക കാരണങ്ങൾ പറഞ്ഞ്, സാമ്പത്തിക വിഷയങ്ങൾ പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാനാണ്. നിങ്ങൾക്കറിയുമോ, ജനങ്ങൾ രണ്ട് കാര്യങ്ങളിലാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഏതിന്റെ പേരില? സമ്പത്തും അധികാരവും കിട്ടിയാൽ ഏത് നല്ല കാര്യത്തിൽ നിന്നും, ഏത് സത്യസന്ധമായ നീതിയിൽ നിന്നും മനുഷ്യൻ അകന്നുപോയി. ഏത് വിഷയങ്ങളെടുത്തും സമ്പത്ത് കിട്ടി, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അധികാരം കൊടുത്താൽ അവൻ അനീതിയിലേക്കും അധാർമ്മികതയിലേക്കും. ഇതങ്ങനെയല്ല. ഇവിടെ സമ്പത്തോ അധികാരമോ അല്ല പ്രശ്നം. ഇവിടെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആരെങ്കിലും ഈ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ നമ്മളെ പിടിച്ചു വെക്കാൻ
സാമ്പത്തികപരമായ അല്ലെങ്കിൽ ഈ ദുനിയാവിലെ ഏതെങ്കിലും കാര്യം കൊണ്ട് നമ്മളെ സമീപിച്ചാൽ സഹോദരന്മാരെ സഹോദരിമാരെ ഈ വഫാത്തിന് നമ്മുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മനസ്സിലേക്ക് വരണം. എന്തുകൊണ്ടാ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ നമ്മൾ ചിന്തിക്കണം, നമ്മളെക്കാളും നമ്മുടെ ഉമ്മയെക്കാളും നമ്മുടെ ബാപ്പയെക്കാളും ഇഷ്ടമുള്ള ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അപ്പോൾ എനിക്ക് ബാധിച്ചിരിക്കുന്ന മുസീബത്ത് ഇതൊരു മുസീബത്തല്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം. അങ്ങനെയുള്ള വിശ്വാസത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ സഹോദരിമാരെ, കഴിഞ്ഞ ദിവസം ഈ ക്രിസ്ത്യാനികളുടെ ബർത്ത്ഡേ ആഘോഷത്തിന് തെളിവ് നൽകി, അല്ലെങ്കിൽ തെളിവ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ അവസാനം തെളിവ് ഇതിലൊക്കെ എത്തി. ഖുർആനും ഹദീസ് എല്ലാം വിട്ടിട്ട് AC മിക്സിയിലൊക്കെ എത്തി. കാരണം ഇത് ഈ AC മിക്സിയിലൊക്കെ എത്താൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ പുറകെ നടക്കുന്ന ഉസ്താദന്മാർക്ക് അവർ ഈ റബീഉൽ അവ്വൽ മാസം വന്നാൽ 2 ലക്ഷം രൂപ ഒരു AC, ഞാനറിയുന്ന ഉസ്താദ് 2 ലക്ഷം രൂപ ഒരു AC, ഇങ്ങനെയൊക്കെയാണ് പണ്ഡിതന്മാർ അതിൽ പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഭൗതിക ലോകത്തെ വിഭവങ്ങൾ കണ്ടാണ് ഇതിന്റെ പുറകെ പോകുന്നത്. നിങ്ങൾ നോക്കൂ, അസ്സാനിന്റെ സാബിത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദർ പറഞ്ഞ വിഷയം കേരളത്തിൽ വന്നപ്പോൾ വേറെ രീതിയിലായി. അതിന്റെ അവർ ഇൻട്രൊഡക്ഷൻ കൊടുത്തിരുന്നത് the verses of Maulid recited by the companions, the believers melted in the Maulid. ഇംഗ്ലീഷ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിരുന്നത് എങ്ങനെ പറയാ? സ്വഹാബിമാര് ഓതിയ മൗലിദ് എന്ന് പറഞ്ഞിട്ട് എന്താ കൊടുക്കുന്നത്? പറഞ്ഞവർ എന്താ പറയുന്നത്? My eye has never seen anyone better than you. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസ്ഹാബുൽ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഈ കണ്ണുകൊണ്ട് അങ്ങേക്കാൾ മനോഹരമായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഭൂമുഖത്ത് ജീവിച്ചൊരു ഏറ്റവും ബ്യൂട്ടിഫുൾ സുന്ദരനായിട്ടുള്ള വ്യക്തിത്വമാണ് അങ്ങ് എന്ന് പറഞ്ഞു. അതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണും. രണ്ടാമത് പറയുന്ന ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല ഇതുപോലെ ഒരു കുഞ്ഞിനെ, അങ്ങേക്കാൾ സുന്ദരനായ ഒരു കുഞ്ഞിനും ഒരു സ്ത്രീയും ജന്മം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ വാക്യം കൊണ്ട് കേരളത്തിൽ വന്നപ്പോൾ എന്തായി? അത് മൗലിദാണ്. ഇവിടുത്തെ മൗലിദ് എന്താ? ഇവിടെ നമ്മുടെ നാട്ടിലെ മൗലിദ് എന്താ പറയുന്നത്? കുറ്റമില്ല വാഹനമിൽ അറ്റമില്ല ഞാൻ കയറി അലച്ചു. വളരെയധികം തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത് നടക്കുന്ന ഞാൻ ക്രിസ്തകത്തിന്റെ മീനിങ് മലയാളത്തിൽ പറയുകയാണ്. ധാരാളം തെറ്റുകൾ ചെയ്യുന്ന നബിയെ എന്നാണ് ദുആയാണ് ആരോട് ചെയ്യുന്നത്? നബിയോട്. സ്വഹാബിമാര് വ്യക്തിത്വത്തിലുണ്ടായ വിഷയങ്ങളാണ് നേർക്ക് നേര് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം സ്വഹാബിമാരെ കാട്ടുന്നത് മതമാണ്. ഇവിടെ കാണിക്കുന്നതോ ഇബാദത്ത് ദീനാണ്. ഇബാദത്ത് എന്ന് പറയാൻ നമുക്കറിയാം, ഇബാദത്തുകൾ അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മളെയും നമ്മുടെ മക്കളെയും പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്. രണ്ടാമത്തെ ഒരു വിഷയം നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ ഈ മക്കൾ ഈ ദഫുമുട്ടും അവിടെ ഈ പാട്ടും ഇതൊക്കെ കേൾക്കുമ്പോൾ അവർ ചിന്തിക്കുന്ന എന്താ? ഈ തൗഹീദിന്റെ ആൾക്കാരുടെ മക്കൾ ഭാര്യമാര് ചിന്തിക്കും, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ചിന്തിക്കും, എന്റെ മക്കൾ അവർക്കൊന്ന് പാടാനോ അല്ലെങ്കിൽ പറയാനോ ഉള്ള സാഹചര്യമില്ല. സഹോദരന്മാരെ സഹോദരിമാരെ, കർണാടകയിൽ നിങ്ങൾ ചിന്തിക്കണം, തൗഹീദുള്ള കേരളത്തിലായി തൗഹീദിന്റെ മക്കളുണ്ട്. അവരുടെ ഏതൊരു ഫംഗ്ഷൻ എടുത്താലും അവിടെ പരിശുദ്ധ ഖുർആൻ ഓതാൻ മക്കളുണ്ടാവും. അതുപോലെ തന്നെ ഹദീസ് പറയാൻ മക്കളുണ്ടാവും. സ്പീച്ചിന് അതുപോലെ തന്നെ ഏത് വിഷയങ്ങൾ പറയാനും ചെറിയ മക്കൾ കേരളത്തിലുണ്ട്. കർണാടകയിലോ ഇവിടെ തൗഹീദിന്റെ ആൾക്കാരെ കുറച്ച് ഗ്രൂപ്പിസം പോലെ കണ്ടാൽ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഈ ഇതുപോലെയുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം കിട്ടിയില്ല. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പള്ളിയിൽ നിങ്ങളുടെ ചെറിയ മക്കൾക്ക് അതിനുള്ള അവസരം കൊടുത്ത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളെ കൂടി നമ്മൾ തിരിച്ചറിയണം. അവർക്ക് ചിലപ്പോൾ
പാടാൻ കഴിയില്ലെങ്കിലും ഹദീസുകൾ നല്ല രീതിയിൽ പറയാൻ കഴിവുള്ളവരെ. ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന മക്കളാണെങ്കിൽ തൗഹീദിനെ കുറിച്ചുള്ള സ്പീച്ച് നിങ്ങളെ മക്കളെ ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾ പഠിപ്പിച്ച് നമ്മൾ വെച്ചു കഴിഞ്ഞാല് ഒരു സ്ത്രീ, ഒരു പ്രായം ചെന്ന സ്ത്രീ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാൽ ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. ചോദിച്ച് വൃദ്ധയായ ഒരു സ്ത്രീ ചോദിച്ചു, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചെന്താ, എനിക്ക് സ്വർഗ്ഗപ്രവേശനം ഉണ്ടാവും. അപ്പോൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? കിളവികൾക്ക് വൃദ്ധകൾക്ക് സ്വർഗമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വിഷമമായി, അവർക്ക് ഭയങ്കര ബേജാറായി. അപ്പോഴാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുന്നത്, ഒരാൾക്ക് സ്വർഗ്ഗപ്രവേശനം യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ അതേ പ്രായത്തിൽ ചെറിയ ആ അവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റുന്ന സാഹചര്യമാണ്. അവരുടെ ഒരു സ്പീച്ചോ അവരൊരു ഖുർആൻ പാരായണോ അവരൊരു ഹദീസുകളോ. ഞാൻ 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ, ആ കുഞ്ഞിന്റെ അവനിപ്പോ ഏകദേശം 10ാം ക്ലാസ്സിൽ പഠിക്കും. ആ ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് അവന്റെ ഒരു വീഡിയോ നമ്മൾ പിടിച്ച് യൂട്യൂബിൽ, അവന്റെ ബാപ്പ SI, എത്രയോ വർഷം കഴിഞ്ഞ അവന്റെ ബാപ്പ എന്നെ വന്ന് കണ്ടു. കാരണം അന്ന് ആ കുഞ്ഞ് ആ പാടിയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞ സോങ് ആ കുഞ്ഞിന്റെ ജീവിതത്തെ മാറ്റി മറിച്ചു. അവനത് ഇടക്ക് നോക്കുമ്പോൾ അവൻ പറഞ്ഞ വിഷയം അവന്റെ മനസ്സിൽ കിടക്കും. അങ്ങനെയാണ് നമ്മുടെ മക്കളെ വളർത്തുന്നത്. നമ്മുടെ മക്കൾക്ക് അതിനുള്ള സജ്ജീകരണങ്ങൾ നമ്മളോട് ശരിയാക്കിയിട്ടുണ്ട്. ഏത് മദ്രസയും ആയിക്കോട്ടെ, നിങ്ങളിവിടെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കും. ഏത് ഖുർആൻ ആയിക്കോട്ടെ, ഹദീസ് ആയിക്കോട്ടെ, അതുപോലെയുള്ള നമ്മുടെ പ്രവാചകന്റെ മധു പറയുന്ന ധാരാളം കവിതകളുണ്ട്, അതായിക്കോട്ടെ. അത് നമ്മളുടെ ഉമ്മമാര് കണ്ടാൽ, അവരുടെ കുട്ടികളുടെ ഉമ്മമാര് കണ്ടാൽ, അവരുടെ കുടുംബക്കാര് കണ്ടാൽ ഇതൊരു ദാവത്തായിട്ട് മാറും. അല്ലാതെ കുറെ പ്രഭാഷണങ്ങൾ നമ്മൾ വലിയവർ കേട്ടിട്ട് കാര്യമാണ്. നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ മക്കൾക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇതെവിടെയാണ് പഠിച്ചത്, ഇതെവിടെയാണ് ഈ ഹദീസ് ഓതിയത്? അവരുടെ ആൾക്കാരെ ചിന്തിക്കും, അതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യം വരും. അങ്ങനെ ഹിക്മത്ത് ഉപയോഗിച്ച് നമ്മൾ ഈ ദാവത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറാണ്. ഏത് മക്കളുമായിക്കോട്ടെ നമ്മളോട് കോണ്ടാക്ട് ആകുക, അവർ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. ഏത് ഉമ്മക്കാണ് ഇഷ്ടമല്ലാത്തത്? അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദഹ് ഈ റബീഉൽ 12 റോഡിൽ വഫാത്തായ ദിനം ഈ ദഫൂട്ടി പോണത് മാത്രമാണോ മദഹ്? റോഡ് ബ്ലോക്ക് ആക്കി കൊടുക്കും. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ മക്കൾക്ക് നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കും. നമ്മുടെ ദീനി ആ വിജ്ഞാനങ്ങൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് എങ്ങനെ പ്രബോധനം ചെയ്യണമെന്നുള്ള ആ മോട്ടിവേഷൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ പള്ളി കമ്മിറ്റിക്കാരായിട്ട് ബന്ധപ്പെടുക. ഏത് കുഞ്ഞിനും അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഏത് മക്കളായാലും അവർക്ക് ഒരു കഴിവുണ്ട്. ആ കഴിവ് നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ട് പ്രബോധനത്തിന്റെ ഫീൽഡിലേക്ക് നമ്മളാക്കി മാറ്റിയെടുക്കാൻ തയ്യാറാകണം. എന്തുകൊണ്ടാണ് ഈ ബിദ്അത്തിന്റെ ആൾക്കാർ വർദ്ധിക്കുക? അവർക്ക് പടക്കലില് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന, ഭക്ഷണത്തിൽ നിന്നുമ്പോൾ ബോംബ് വന്ന് തലയിൽ വീഴുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരം അവിടെ മനസ്സിലാക്കി എപ്പോഴും സന്തോഷം മാത്രം. അതുകൊണ്ട് സഹോദരന്മാരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകം വിട്ടുപോയപ്പോൾ ഭാര്യമാർക്കുണ്ടായ ബേജാറ്, മോൾക്കുണ്ടായ ബേജാറ്, സ്വഹാബിമാർക്കുണ്ടായ ബേജാറ് സെപ്പറേറ്റ് നമ്മൾ പഠിക്കണം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ 2ാമത്തെ പാഠത്തിൽ സ്വഹാബിമാർക്കുണ്ടായ വേദന ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. ഇത് ഭാര്യയുടെയും മോളുടെയും മാത്രം വിഷമമാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ട് ഇസ്ലാമിക പ്രബോധന രംഗത്തേക്ക് വളർന്നു വരുവാൻ വേണ്ടി നിങ്ങളുടെ ഒരു എന്തുണ്ടാവണം, നിങ്ങളുടെ ഒരു സമ്മതം ഉണ്ടാവണം, നിങ്ങളുടെ ഒരു പ്രോത്സാഹനം ഉണ്ടാവണം. നമ്മുടെ മക്കൾ ഇത് പഠിച്ചില്ല എങ്കിൽ സഹോദരന്മാരെ കാണുന്നില്ല പല ഈ അപകടങ്ങളും, അതുപോലെ തന്നെ പല രോഗങ്ങളും. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ ഫീൽഡില് ഒരു തിന്മകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിന്മകൾ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പല കൊലപാതകങ്ങൾ നടക്കുന്നു, കുഴിച്ചിടുന്നു, ഇതെല്ലാം കാണുന്നുണ്ട്, തെളിവുകളുണ്ട്. പക്ഷെ അത് ചേഞ്ച് ആക്കാൻ നമ്മൾ തയ്യാറായില്ല എങ്കിൽ നമ്മൾ ഈ തിന്മകൾ കണ്ടിട്ട് അതിനെതിരെ പ്രതികരിക്കാതിരുന്നാൽ അല്ലാഹു പൊതുശിക്ഷ നൽകി ലോകത്തെ ശിക്ഷിക്കുന്നതാണ് എന്നാണ് ലോകത്തിന്റെ നേതാവ് നമുക്ക് പറഞ്ഞു പഠിപ്പിക്കുന്നത്. നമ്മള് ഈ മഴ റഹ്മത്തിന്റെ മഴ വേണം, അദാബിന്റെ മഴയുണ്ട്. അതുപോലെ തന്നെ വെയില് നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് ശിക്ഷിക്കുന്ന രീതിയിലുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് റഹ്മത്തിൻ്റെതാക്കി മാറ്റിയെടുക്കണമെങ്കിൽ തിന്മകൾ എവിടെ കണ്ടോ അതിന് നമുക്ക് പ്രതികരിക്കാൻ തയ്യാറാണ്. അതിനെ നമ്മൾ സാമ്പത്തിക മേഖല നോക്കാൻ പാടില്ല.
ഈ തിന്മകൾക്ക് പ്രതികരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സമ്പത്ത് തടസ്സം നിന്നിരിക്കും, പക്ഷേ അവിടെ ഹൈർ വർക്കത്തുണ്ടാകത്തില്ല. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ ഈ നാട്ടിൽ കാണുന്ന പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് അത് എന്താണ്? കടമെടുത്ത് ക്രിസ്ത്യാനികളിൽ നിന്ന് കടമെടുത്തുന്നത് അവര് കേക്ക് മുറിക്കുന്നു, ഇവിടെ വേറെ കാര്യങ്ങൾ ചെയ്യുന്നു. അത്രയും അവര് പള്ളിയെ അവിടെ അലങ്കരിക്കുന്നു, ചർച്ച അലങ്കരിക്കുന്നു, ഇവിടെ അള്ളാഹുവിന്റെ ഭവനം അലങ്കരിക്കുന്നു. അവര് നക്ഷത്രം നിർത്തുന്നു, ഇവിടെ വേറെ ലൈറ്റ് ചെയ്യുന്നു. അവര് മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ ചുറ്റി വരുന്നു, ഇവിടെ മക്കളെ കൊണ്ട് തെപ്പിക്കുന്നു. എല്ലാം അവിടെ കൊണ്ട് കടമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ നല്ലവനായിക്കൊണ്ട്, നല്ല ആൾക്കാരായിക്കൊണ്ട്, നല്ല സത്കർമ്മങ്ങൾ ചെയ്തു നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. അങ്ങനെ ഉള്ള വിശ്വാസങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم وتوب علينا انك انت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.